ഹായ്, ഞാൻ തസ്നിം അസീസ്. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെജ് കട്ട്ലറ്റ് ആണ്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. ഞാൻ എല്ലാം വഴറ്റിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വെള്ളം വരില്ല. എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ കഴിഞ്ഞപ്പോഴാണ് ഒരു ഫ്രണ്ട് പറഞ്ഞ് ഗോൾഡ് വിന്നർ കാർഡിയ കോക്കനട്ട് ഓയിൽ വാങ്ങിയത്. പ്രിസർവേറ്റീവ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, 3 തവണ ഫിൽറ്റർ ചെയ്ത് വരുന്ന വെളിച്ചെണ്ണയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത്. വാങ്ങിച്ച് ഉപയോഗിച്ചപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ഉണ്ട്, അതേപോലെ തന്നെ നല്ല പ്യുവറായിട്ട് തോന്നി. വിലയാണെങ്കിലും അധികം ഇല്ല. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് നന്നായിട്ട് വഴറ്റി, ഇനി അതിലേക്ക് ചെറുതാക്കി മുറിച്ച ബീൻസ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി, അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ബീട്രൂട്ടും ചേർത്ത് ഇളക്കി ഉപ്പ് ചേർത്തു. ഇനി നന്നായിട്ട് ഇളക്കി വഴറ്റി വേവിക്കുക. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് വേവിച്ച് പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ മാഷ് ചെയ്ത് വെച്ചതുണ്ട്, അത് കുറച്ച് ഗരം മസാല പൗഡർ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് ചൂടാറിയതിന് ശേഷം ഷേപ്പ് ചെയ്യാം. സാധാരണ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ആവിയിൽ വേവിച്ചിട്ടാണ് ചെയ്യാറ്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റിയാണ്. നമുക്ക് മൈദയും വെള്ളവും ചേർത്ത് കട്ടയില്ലാതെ കലക്കിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾ മിക്സ് ചൂടാറിയിട്ടുണ്ടാവും. ഇനി അത് കുറേശ്ശെ എടുത്ത് ഷേപ്പ് ചെയ്ത് മൈദ മിക്സിൽ മുക്കി ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തിട്ട് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡ് വിന്നർ ഫാമിലിയിൽ നിന്ന് വരുന്നതായതുകൊണ്ട് തന്നെ കാർഡിയ കോക്കനട്ട് ഓയിലിനെ നമുക്ക് കണ്ണടച്ച് ചൂടായ എണ്ണയിലിട്ട് നമ്മുടെ കട്ട്ലറ്റ് ഫ്രൈ ചെയ്ത് എടുക്കാം. നല്ല മൊരിഞ്ഞ കട്ട്ലറ്റ് റെഡിയായി.